ജീവിതത്തെ ബാധിച്ചു. പബ്ലിക്കായിട്ട് ഇപ്പോൾ ഇറങ്ങി നടക്കാനാവുന്നില്ല. ഒരു ചായ പോലും കുടിക്കാൻ പറ്റില്ല. ആളുകൾ തുറിച്ചു നോക്കുകയും ചിരിക്കുകയും ചെയ്യുന്നു. ട്യൂഷൻ ക്ലാസ്സിൽ കുട്ടികൾ പറഞ്ഞു ഇനി ടീച്ചർ മാസ്ക് ഇട്ട് കിടക്കണം നല്ലതെന്ന്. ആ കുട്ടികൾ പറഞ്ഞ കാര്യം ഉണ്ട്. മാസ്ക് ഇട്ട് കിടക്കുന്നതായിരിക്കും നല്ലത്. ആവശ്യമില്ലാത്തത് കിടന്ന് പറയുമ്പോൾ ഓർക്കണം. പിന്നെ ഇവരുടെ ആ വീഡിയോസൊക്കെ അത്ര രീതിയിൽ നല്ലതല്ല. ഇവരുടെ മറ്റേ വൈബ്രേറ്റർ ആ രീതിയിലൊക്കെയാണ് ഇവരൊക്കെ സംസാരിക്കുന്നത്. ഒരുമാതിരി ഒരു ചീത്ത തെറിവിളികൾ ഒക്കെ ഇവരുടെ സംസ്കാരത്തിലുണ്ട്. അപ്പോൾ അതൊന്നും വൈബ്രേഷൻ്റെ കാര്യമൊന്നും ഞാൻ ഇവിടുത്തെ പറയണില്ല. പക്ഷേ അവരുടേതായിട്ട് അഭിപ്രായം പറഞ്ഞു. പക്ഷെ അതിലൊക്കെ കാര്യവും കഴമ്പും ഉണ്ടാവണം. ഒരു ദീപക് എന്ന് പറഞ്ഞ ആൾ അധികം മനംതള്ളാണ് ആത്മഹത്യ ചെയ്തത്. അപ്പം അതിനെ ആ ഷിംജിതനെ ന്യായീകരിച്ച് പറഞ്ഞ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുതന്നെയാണ്. നിങ്ങൾ ആ തീരുമാനത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ട്. അതിനെ അപ്രിഷ്യേറ്റ് ചെയ്തേ പറ്റൂ. പക്ഷെ എന്ന് വെച്ചാൽ അതെല്ലാവരും അംഗീകരിക്കണമെന്നില്ല. അംഗീകരിക്കുന്ന കാര്യമൊന്നുമില്ല. ആ ദീപക് എന്ന് പറഞ്ഞ ആ വ്യക്തി വളരെ നിരപരാധിയാണെന്ന വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ന്യായീകരിച്ച് പറയുമ്പോൾ ഇത് ഫേസ് ചെയ്യാനുള്ള ധൈര്യം കൂടി കാണിക്കണം. എന്തെങ്കിലും പറഞ്ഞാൽ അത് ഫേസ് ചെയ്യാനുള്ള ധൈര്യം കൂടി കാണിക്കണം. അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് വിശദമായിട്ട് നോക്കണം. ഫെമിനിസ്റ്റ് ചുമന്ന് നടന്നാൽ പോരാ. അപ്പോൾ കുട്ടികൾ പറയുന്ന പോലെയൊക്കെ ചെയ്യുന്നതാണ് നല്ല. മാസ്ക് വെച്ച് കിടക്കുന്നതാണ് അധികം നല്ലത്. അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇനി പുറത്തിറങ്ങി നടക്കാതിരിക്കുന്നതായിരിക്കും അതിലും നല്ലത്. എന്ന് വെച്ചാൽ വീട്ടിൽ തന്നെ ഇരിക്കാനും പറയുന്നില്ല. എങ്കിലും ഒന്ന് സ്വയം രക്ഷ ഒന്ന് നോക്കിക്കോളുക.